വെൽക്കം ടു വൺസ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന തെർമൽ റെസിസ്റ്റൻസ് എന്നുള്ളൊരു പ്രോബ്ലമാണ്. ലെറ്റ്സ് സീ. എ ഹോളോ അലുമിനിയം സ്പിയർ, അതിൻ്റെ ഇന്നർ ആൻഡ് ഔട്ടർ റേഡിയ തന്നിട്ടുണ്ട് 0.15 ആൻഡ് 0.18 മീറ്റേഴ്സ്. അതിനൊരു സെൻട്രൽ ഇലക്ട്രിക്കൽ ഹീറ്റർ മെയിൻറ്റെയിനിങ് ദ ഇന്നർ സർഫസ് ഓഫ് അറ്റ് 250 ഡിഗ്രി സെൽഷ്യസ്. അതായത് ഒരു ഹോളോ അലുമിനിയം സ്പിയർ ഉണ്ട്, അതിനുള്ളിൽ ഒരു ഹീറ്റർ ഉണ്ട്. ആ ഹീറ്റർ ഇന്നർ സർഫസ് ഏരിയ 250 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. A spherical shell of insulation is cast on the outer surface to a thickness of 0.12 meter. അപ്പോൾ ഈ സ്പിയറിൻ്റെ പുറത്ത് ഒരു ഇൻസുലേഷൻ കവർ ഉണ്ട്, അതിൻ്റെ തിക്നെസ് പറഞ്ഞാൽ 0.12 മീറ്റർ ആണ്. ദ ആംബിയൻ്റ് എയർ അല്ലെങ്കിൽ എയർ ടെമ്പറേച്ചർ സറൗണ്ടിങ് 20 ഡിഗ്രി സെൽഷ്യസ് ആണ്, വിത്ത് എ കൺവെക്ഷൻ കോഎഫിഷ്യൻ്റ് ഓഫ് 30 വാട്ട് പെർ മീറ്റർ സ്ക്വയർ. എച്ചിൻ്റെ വാല്യൂ മീറ്റർ സ്ക്വയർ കെൽവിൻ. ഓക്കെ, ഇഫ് 80 watt is dissipated, calculate the thermal conductivity of insulation. ഈ പറയുന്ന സ്പിറിക്കൽ ഷെൽ ഓഫ് ഇൻസുലേഷൻ, ഒരു സ്പിയറിന് പുറത്തൂടെ ഒരു ഇൻസുലേഷൻ കവറുണ്ട്, അതിനുള്ളൊരു ഹീറ്റർ ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഇൻസുലേഷൻ കവറിൻ്റെ സ്പിറിക്കൽ ഇൻസുലേഷൻ കവറിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി മെഷർ ചെയ്യാനാണ് ചോദ്യം. നമുക്ക് നോക്കാം. സോ ആദ്യം R1 തന്നിട്ടുണ്ട് 0.15 മീറ്റർ, R2 0.18 മീറ്റർ, പിന്നെ തിക്നെസ് എന്ന് പറയുന്നത് 0.12 മീറ്റർ. ഇൻസുലേഷൻ കവറിൻ്റെ തിക്നെസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആദ്യം ഒരു ഹീറ്റർ, പിന്നെ അത് ശരിക്കുള്ള സ്പിയർ, അതിൻ്റെ പുറത്തൊരു ഇൻസുലേഷൻ കവർ. അപ്പോൾ ഇൻസുലേഷൻ കവറിൻ്റെ റേഡിയസ് പറഞ്ഞാൽ ഇത് R1 ആയിരിക്കാം, ഇത് രണ്ടാമത്തത് R2 ആണ്. R3 എന്ന് പറയുന്നത് എന്തായിരിക്കാം? ഈ R2വിൻ്റെ കൂടെ ഈ തിക്നെസ് ആഡ് ചെയ്താൽ പോരെ, അതാണ് 0.12 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.3 മീറ്റേഴ്സ്. അപ്പോൾ R3 നമുക്ക് 0.3 മീറ്റർ ആയിട്ട് കിട്ടി. ടെമ്പറേച്ചർ T1 250 ഡിഗ്രി സെൽഷ്യസ് ആണ്, ഏറ്റവും അകത്തെ ടെമ്പറേച്ചർ 250 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആംബിയൻ ടെമ്പറേച്ചർ, പുറത്തുള്ള ടെമ്പറേച്ചർ 20 ഡിഗ്രി സെൽഷ്യസ്. ഇവിടുന്ന് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് 80 വാട്ടാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. അതിൻ്റെ എയറും ഈ പറയുന്ന ഔട്ടർ സർഫസ് തമ്മിലുള്ള എച്ച് എന്ന് പറയുന്നത് 30 വാട്ട് പെർ മീറ്റർ സ്ക്വയർ കെൽവിൻ. നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് R ടോട്ടൽ ഈക്വൽ ടു T1 മൈനസ് T ആംബിയൻറ്റ് ഡിവൈഡഡ് ബൈ Q. അതായത് ടോട്ടൽ ഹീറ്റ് ട്രാൻസ്ഫർ എത്ര നോക്കുക, 250 20 ആണ് ഡിഫറൻസ്. അപ്പോൾ 250 മൈനസ് 20 ഡിവൈഡഡ് ബൈ Q തന്നിട്ടുണ്ട് ഹീറ്റ് ട്രാൻസ്ഫർ. സോ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 2.875 കെൽവിൻ പെർ വാട്ട്. ഇനി കൺവെക്ഷൻ റെസിസ്റ്റൻസ് നോക്കണം. ഈ ഇൻസുലേഷൻ കവറും എയറും തമ്മിലുള്ള റെസിസ്റ്റൻസ് അത് കൺവെക്ഷൻ 1/HA3. H തന്നിട്ടുണ്ട് 1/30 ഇൻറ്റു A3 എന്ന് പറയുന്നത് πr², R3 സ്ക്വയർ. R3 എന്ന് പറഞ്ഞാൽ R2 പ്ലസ് തിക്നെസ്, അത് R3 0.3. സോ 0.3 സ്ക്വയർ. ഫൈനലി അപ്രോക്സിമേറ്റ്ലി അത് 0.0295 കെൽവിൻ പെർ വാട്ടായി. അപ്പോൾ ഇതിനകത്തുള്ള ഒരു റെസിസ്റ്റൻസ് നമുക്ക് കിട്ടി. ഇനി കണ്ടക്ഷൻ റെസിസ്റ്റൻസ് ഉണ്ട്. കണ്ടക്ഷൻ റെസിസ്റ്റൻസ് എങ്ങനെ അറിയാം? ടോട്ടലിൽ നിന്ന് കൺവെക്ഷൻ കുറയ്ക്കുക. ഇപ്പോൾ നമുക്ക് കിട്ടിയ ടോട്ടൽ 2.875 നിന്നും 0.0295 എന്ന് പറയുന്ന വാല്യൂ കുറയ്ക്കുക. 2.8455 കെൽവിൻ പെർ വാട്ട് എന്നായി. ഇനി ഇതിൽ നിന്ന് നമുക്ക് കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കണം. സോ R കണ്ടക്ഷൻ്റെ ഇക്വേഷൻ എന്താണ്? ഇതൊരു സ്പിയർ ആയതുകൊണ്ട് 1/4πk ഇൻറ്റു 1/R2 മൈനസ് 1/R3 എന്ന് പറഞ്ഞാൽ 2.8455 ഈ കണ്ടക്ഷൻ ഈക്വൽ ടു 1/4πk ഇൻറ്റു 1/R2. നമ്മൾ R2 എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ, R2 R1 എഴുതി വെച്ചിട്ടുണ്ട്. R2 മൈനസ് R3. എന്താണ് R3? ഇൻസുലേഷൻ. അപ്പോൾ കണ്ടക്ഷൻ എന്ന് പറയുന്നതിൽ നമ്മളെന്താ ഈ പറഞ്ഞ R2 R3 തമ്മിലുള്ള റിയാക്ഷൻസ്, ഈ പറയുന്ന റിയാക്ഷൻസ് നോക്കണം. ഇതാണ് നമ്മളുടെ കണ്ടക്ഷൻ നടക്കുന്ന ഏരിയ R2ൽ നിന്നും R3യിലേക്ക്. അതായത് അകത്തൊരു സോളിഡ് സ്പിയർ ആണ്, അതൊരു ഹീറ്ററാണ്, പുറത്തൊരു ഹോളോ സ്പിയർ ഉണ്ട്. സോ ഇത് R2 ആണ്. ഈ R2ൽ നിന്നും R3യിലേക്ക് കണ്ടക്ഷൻ നടക്കും. ഈ കണ്ടക്ഷൻ ഇവിടെ നിന്ന് കൺവെക്ഷൻ പുറത്തേക്ക് നടക്കും H വഴി. സോ ഇവിടെ നമുക്ക് K ഉണ്ട്, ഈ K കണ്ടുപിടിക്കണം. അപ്പോൾ ഈ Kയിലേക്ക് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? R2 മൈനസ് R3 ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2.8455 ഈക്വൽ ടു 1/4πk വാല്യൂ 2.22k ഇൻറ്റു K.
ആ കെ മേലെ പോവും. സോ അങ്ങനെ ഫൈനലി നമുക്ക് കെ എന്ന് പറയുന്നത് 2.22 by 35.76 0.0622 വാട്ട് പെർ മീറ്റർ കെൽവിൻ. സോ ഇങ്ങനെയാണ് തെർമൽ കണ്ടക്ടിവിറ്റിയുടെ പ്രോബ്ലം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം വരുമ്പോൾ ആദ്യം ഒരു ഫിഗർ വരച്ച് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഫിഗർ വരച്ച് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ വാല്യൂസിനെ പറ്റി നമുക്ക് ഐഡിയ ഉണ്ടാവും. ആദ്യം ഗിവൺ വാല്യൂസ് എല്ലാം എഴുതി വെക്കണം. അതിനുശേഷം എന്തെങ്കിലും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, ഇപ്പോൾ തിക്നെസ് ആഡ് ചെയ്ത് R3 കണ്ടുപിടിച്ചു, അതാണെങ്കിൽ അത് എഴുതി വെക്കുക, കെ എഴുതി വെക്കുക, എച്ച് എഴുതി വെക്കുക, കറക്റ്റ് നൊട്ടേഷൻ ഇൻക്ലൂഡിങ് യൂണിറ്റുകൾ എഴുതി വെക്കുക. ഇവിടെ ടെമ്പറേച്ചർ എല്ലാം തന്നെ ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ചെയ്തത് ബിക്കോസ് ∆T മാത്രം എടുക്കുന്നതുകൊണ്ടാണ്. റേഡിയേഷൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പം എപ്പോഴും നമ്മളത് കെൽവിനിൽ കാണിക്കേണ്ടി വരും. ബിക്കോസ് T⁴ ആയിരിക്കും അവിടെ വരുന്നത്. ഈവൻ ഡിഫറൻസ് പോലും T⁴ - T⁴ ആയിരിക്കും. സോ അതുകൊണ്ട് അവിടെ കെൽവിനിൽ വേണം ചെയ്യാനായിട്ട്. പക്ഷേ കണ്ടക്ടിവിറ്റി പ്രോബ്ലത്തിൽ ഡിഗ്രി സെൽഷ്യസിൽ നോക്കിയാൽ കുഴപ്പമില്ല, പ്രൊവൈഡഡ് ∆T മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നത് ഉറപ്പ് വരുത്തുക. സോ മറ്റൊരു പ്രോബ്ലമായിട്ട് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.